സാധാരണ നമ്മൾ ആരെങ്കിലും അന്യോന്യം കാണുമ്പോൾ എന്തെങ്കിലും ഒരു കുശലം ചോദിക്കുക പതിവുണ്ടല്ലോ. എന്തുകൊണ്ട് വിശേഷം എന്നായിരിക്കും ആദ്യം ചോദിക്കുന്നത് എന്ന് തന്നെ വെച്ചോളൂ. അത് സ്വാഭാവികമാണ്, നമ്മളങ്ങനെ ചോദിക്കാറുമുണ്ട്. അഥവാ അങ്ങനെ ചോദിക്കുന്ന ആ ചോദ്യം കേട്ടിട്ട് ചില ആളുകളെങ്കിലും തീരെ നിസ്സംഗഭാവത്തിലായിരിക്കും മറുപടി പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ നിസ്സംഗത്വം ഇവരിൽ ബാധിച്ചിരിക്കുന്നതെന്ന് ഒരുപക്ഷെ അടുത്തിരിക്കുന്ന ആളിനോ ഈ മറുപടി കേൾക്കുന്നയാളിനോ തിരിച്ചറിയാൻ കഴിയില്ല. ഇവരോട് ചോദിച്ചാലോ ഓ ഒന്നുമില്ല എന്ന് ഒഴുക്കം മറ്റ് പറഞ്ഞു പോവും. നിഷ്ക്രിയത്വവും നിസ്സംഗതയും ഒക്കെ ഉണ്ടാകുന്നത് നമ്മുടെ കടപ്പാടുകൾ നിർവഹിക്കാൻ കഴിയാതെ വരുമ്പോഴാണ്. ഒരു മനുഷ്യൻ അവൻ്റെ കടപ്പാട് കൃത്യമായി നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ നല്ല ഉത്സാഹത്തോടെയും ഉന്മേഷത്തോടെയും ആയിരിക്കും കാണപ്പെടുന്നത്. എന്നാൽ സ്വന്തം കടപ്പാടുകൾ മറന്ന് ജീവിക്കുന്ന ചില ആളുകളുണ്ടല്ലോ, അവരെ കണ്ടാൽ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. അവരാകപ്പാടെ അലസഭാവത്തിൽ നടക്കുന്നതും നിസ്സംഗമായി സംസാരിക്കുന്നതും ഇടപെടുന്നതുമൊക്കെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്ന കാര്യങ്ങളാണ്. ഇന്നും നമുക്ക് യേശുവിനോടുകൂടെ യാത്ര തുടരാം. ചില നിമിഷങ്ങളിലെ തൊടുധ്യാനത്തിനായി അപ്പസ്തോലന്മാരുടെ പ്രവൃത്തികൾ എന്ന പുസ്തകത്തിൻ്റെ 1-ാം അധ്യായം 8-ാം വാക്യം വായിക്കട്ടെ. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദ്യയിൽ എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു. കല്ലറയെ ഭേദിച്ച് മരണത്തെ അതിജീവിച്ച് ഉയർത്തെഴുന്നേറ്റ കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ ദൗത്യത്തിനായിട്ട്, ദൈവമേൽപ്പിക്കുന്ന ദൗത്യമെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാകുമല്ലോ, ദൗത്യത്തിനായി പറഞ്ഞയക്കുന്ന സംഭവമാണ് ഈ വായിച്ച വാക്യത്തിൻ്റെ പശ്ചാത്തലം. ഉയർത്തെഴുന്നേറ്റ കർത്താവും ശിഷ്യന്മാരുമായുള്ള ഔദ്യോഗിക കൂടിക്കാഴ്ച എന്ന് പറയുന്നതിൽ വലിയ തെറ്റൊന്നുമില്ല. കാരണം ശിഷ്യന്മാരെ ഭരമേൽപ്പിക്കുന്ന ദൗത്യം അവരെ ബോധ്യപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഈ വായിച്ച വാക്യത്തിന് പിന്നിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. യൂദ ഒഴികെയുള്ള ബാക്കി 11 ശിഷ്യന്മാരോട് തൻ്റെ ദൗത്യം പൂർണ്ണമായി പറഞ്ഞ് മനസ്സിലാക്കുന്നതിനിടയിലും അവർക്കറിയേണ്ടത് കർത്താവിനെ എപ്പോഴാണ് രാജ്യം സ്ഥാപിക്കുന്നത്. അതിൻ്റെ അർത്ഥം അവർ ഏതൊക്കെയോ സ്ഥാനമാനങ്ങൾ നോക്കി കാത്തിരിക്കുകയാണ്. അപ്പോൾ കർത്താവ് അവരെ മനസ്സിലാക്കി കൊടുക്കുന്നത് സ്ഥാനമാനങ്ങൾ നോക്കി കാത്തിരിക്കുക എന്നതിനേക്കാൾ ഇപ്പോൾ നിങ്ങൾ ഏറ്റെടുക്കേണ്ട ദൗത്യം ലോകമെമ്പാടും എൻ്റെ സാക്ഷികളാകണം എന്നുള്ളതാണ്. അതായത് വിഘ്നം കൂടാതെയുള്ള കൃത്യനിർവഹണം അവരെ ഭരമേൽപ്പിക്കുകയാണ്. സ്വിറ്റ്സർലൻഡിൽ ഒരു നഗരസഭാ അധ്യക്ഷൻ തൻ്റെ നഗരസഭ ആസ്ഥാനത്തുണ്ടായിരുന്ന ഒരു പൊതു ഘടികാരത്തിന് മുമ്പിൽ ഒരു മുദ്രാവാക്യം എഴുതി വെക്കണമെന്ന് തീരുമാനിച്ചു. അനുയോജ്യമായ ഒരു മുദ്രാവാക്യം കണ്ടെത്തി എഴുതി കിട്ടുമെന്ന് വിചാരിച്ച് തനിക്ക് ബോധ്യപ്പെട്ട ഒരാളെ ഈ ദൗത്യം ഏൽപ്പിച്ചു. എന്നാൽ അനുയോഗ്യമായ ഒരു മുദ്രാവാക്യം കണ്ടെത്തുന്നതിൽ ആ മനുഷ്യൻ പരാജയപ്പെട്ടു. തന്നെയുമല്ല, ഇതിൽ നിന്ന് എന്തെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കാമെന്ന് വിചാരിച്ച് കൂടെ ഇയാൾ ഈ നഗരസഭാ അധ്യക്ഷനെ പോയി കാണുവാനും ശ്രമിച്ചു. അതായത് അവിടെ എഴുതി വെക്കേണ്ടത് എന്താണെന്ന് ഒരുപക്ഷെ കൂടെയുള്ള സന്ദർശനത്തിൽ നിന്നും നഗരസഭാ അധ്യക്ഷൻ്റെ കയ്യിൽ നിന്നുള്ള വാക്കുകളിൽ നിന്നൊക്കെ ലഭിക്കുമെന്നാണ് ഇയാൾ പ്രതീക്ഷിച്ചത്. ഇങ്ങനെ കുറേ ആവർത്തി ആയപ്പോൾ ഈ നഗരസഭാ അധ്യക്ഷൻ ദേഷ്യപ്പെട്ടു. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുക, ഇനിയും ഇതിനായി എന്നെ സന്ദർശിക്കരുത് എന്നൊരു താക്കീത് നൽകി പറഞ്ഞയച്ചു. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുക എന്നത് നല്ല ഒരാശയമായി തനിക്ക് തോന്നുകയും മുദ്രാവാക്യമായി അത് സ്വീകരിച്ച് ഘടികാരത്തിന് മുമ്പിൽ ഭംഗിയായി അത് മുദ്രണം ചെയ്യുകയുമുണ്ടായി. അതായത് ഘടികാരത്തിലേക്ക് നോക്കുന്ന ഏതൊരാളും ഇങ്ങനെ മനസ്സിലാക്കും, ഞാൻ എൻ്റെ ചുമതല വളരെ ഭംഗിയായി നിർവഹിക്കുന്നു, നിങ്ങൾ പോയി നിങ്ങളുടെ ചുമതലകൾ നിർവഹിക്കൂ. ഇത്രയും ഭംഗിയായി കാര്യങ്ങൾ ചെയ്തപ്പോൾ നഗരസഭാധ്യക്ഷന് വളരെ സന്തോഷമായി. നമ്മൾ ഇപ്പോൾ ധ്യാനത്തിനായി വായിച്ച വാക്യമുണ്ടല്ലോ, അവിടെ കർത്താവ് പറയുന്നത് തൻ്റെ വീണ്ടും വരവിൻ്റെ സമയം അന്വേഷിച്ച് നിങ്ങൾ മെനക്കെടണ്ട, നിങ്ങൾ ചെയ്യാൻ ഒരുപാട് ജോലികളുണ്ട്, അത് ചെയ്യാൻ നിങ്ങൾ ഉത്സാഹം കാണിക്കണം. വീണ്ടും വരവിന് ശേഷമുള്ള രാജ്യസ്ഥാപനമോ ഒന്നും നിങ്ങളുടെ കാര്യമല്ല, അതൊക്കെ പിതാവ് നോക്കിക്കൊള്ളും. നിങ്ങൾ ഇപ്പോൾ ഞാൻ ഏൽപ്പിക്കുന്ന ദൗത്യം പൂർത്തീകരിക്കാനായി വേഗത്തിൽ പുറപ്പെടുക. നമ്മളെയൊക്കെ സംബന്ധിച്ച് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളിലും വേവലാതിപ്പെട്ട് ഓടി നടക്കുന്നവരാണ്. ദൈവം നമ്മെ ഏൽപ്പിച്ച ദൗത്യം എന്തെന്ന് ഒരുപക്ഷെ നമ്മൾ മറന്നുപോയോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അപ്പോസ്തലനായ പൗലോസിൻ്റെ ഒരു വാക്ക് ഇങ്ങനെയാണല്ലോ, ഇത് ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊള്ളിൻ. അനുദിന ജീവിതത്തിലെ എല്ലാ വെപ്രാളങ്ങളും വേവലാതികളും ഒക്കെ ഒന്ന് മാറ്റിയിട്ട് ദൈവം നമ്മളെക്കുറിച്ച് എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് ദൈവത്തിൽ നിന്നും ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ട് സാവധാനത്തിൽ കർത്താവിനോട് ചേർന്ന് നടക്കാൻ ശ്രമിക്കുമെങ്കിൽ അത് കുറെ കൂടെ അഭികാമ്യമല്ലേ, അനുഗ്രഹമല്ലേ? ഇതിനുവേണ്ടി കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. ഞാൻ നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും
അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൽ ഞങ്ങളുടെ എല്ലാ സമയങ്ങളും ഞങ്ങളെക്കുറിച്ചുള്ള അങ്ങയുടെ പദ്ധതികൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിപ്പാൻ ആവശ്യമായ ദൈവകൃപ ഞങ്ങളുടെ മേൽ പകർന്ന് ഞങ്ങളെ സഹായിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ.